Praise the Lord. കർത്താവിന്റെ ധന്യമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാവിലെ നമുക്ക് ഒരുമിച്ച് ദൈവവചനം പഠിക്കുവാൻ, ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കാൻ ദൈവം നമ്മെ കൂട്ടിവരുത്തിയ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ ശ്രേഷ്ഠന്മാരായ കർത്താവിന്റെ ദാസന്മാർക്കും സഹോദരന്മാർക്കും മാതാപിതാക്കൾക്കും വേഗം വരുന്ന കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുകയാണ്. സമാഗമന കൂടാരത്തെക്കുറിച്ചുള്ള ക്ലാസ് കഴിഞ്ഞ 2 ക്ലാസ് കഴിഞ്ഞു. ഇത് 3-ാമത്തെ ക്ലാസ് ആണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ഒരുമിച്ച് അതിൻ്റെ പ്രാരംഭ വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാൻ ദൈവമായ കർത്താവ് സഹായിച്ചു. ഇന്ന് പകൽക്കാലവും നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ വളരെ പ്രാർത്ഥനയോടും സമർപ്പണത്തോടും ദൈവസന്നിധിയിരിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ പകൽക്കാലം നമ്മോട് സംസാരിപ്പാൻ വളരെ താഴ്മയോടും പ്രതീക്ഷയോടും ദൈവസനായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഇന്ന് രാവിലെയും ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പാദപീഠത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കണമേ, ഞങ്ങളുടെ ബുദ്ധിയെ തുറക്കണമേ. അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം അങ്ങയുടെ ആത്മാവിൽ ശക്തിയോട് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പരിവർത്തനം ചെയ്യണമേ. ഞങ്ങളുടെ ബുദ്ധികളെ തുറക്കണമേ. തിരുവെഴുത്ത് ഞങ്ങൾക്ക് വ്യാഖ്യാനിച്ചു തരണമേ കർത്താവേ. നീ ഞങ്ങളുടെ മധ്യാഗതനായിരിക്കാൽ സ്തോത്രം. ഞങ്ങളുടെ മഹാസാന്നിധ്യത്തിനായി സ്തോത്രം. യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ഇന്ന് ചിന്തിക്കുന്ന വിഷയങ്ങളിൽ ഒന്ന്, സമാഗമന കൂടാരത്തിന് പണിക്ക് വേണ്ടിയുള്ള വഴിപാട് ഓഫറിങ്ങിനെ കുറിച്ചാണ് ആദ്യമായിട്ട് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളിലെ നമുക്ക് പ്രധാനമായിട്ടും കാണുവാനായിട്ട് സാധിക്കും. 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിലും 35-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യങ്ങളിലും നമുക്ക് സമാഗമന കൂടാരത്തിന്റെ പണിക്ക് വേണ്ടിയുള്ള വഴിപാടിന്റെ ഓഫറിങ്, ആവശ്യമായ മെറ്റീരിയൽസിനെ കുറിച്ച് വ്യക്തമായി തിരുവചനത്തിൽ എഴുതിയിട്ടുണ്ട്. Whoever is of a willing heart, let him bring it as the Lord's contribution. വഴിപാട് കൊണ്ടുവരുന്നതിൽ യാതൊരു നിർബന്ധവും ഇല്ലായിരുന്നു. സ്വമേധയ മനഃപൂർവമായി കൊണ്ടുവരുന്നവനോട് വാങ്ങുവാനും ദൈവം മോശയോട് കൽപ്പിച്ചിരുന്നു. ദൈവത്തിന്റെ ആലയത്തിന്റെ പണിക്കായി ഉള്ള നിബന്ധനകൾ മനഃപൂർവമായി, വില്ലിങ്ങിലി, പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ ആഗ്രഹിച്ച കൊണ്ടുവന്നവരോട് മാത്രം മേടിക്കുവാനാണ് സ്തോത്രം ദൈവം മോശയോടെ കൽപ്പിച്ചിരുന്നത്. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പൂർണ്ണ ഹൃദയത്തോടെ, നല്ല മനസ്സാക്ഷിയോടെ, ആ സമർപ്പണത്തോടെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്താൽ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കും. പലപ്പോഴും ദൈവമക്കളെ, കർത്താവിന്റെ വേലയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് പലപ്പോഴും മനസ്സോടെയല്ല.
ദൈവദാസന്മാരെ നിർബന്ധിക്കുന്നത് കൊണ്ടും മറ്റുള്ള ആൾക്കാരുടെ നിർബന്ധം കൊണ്ടും പരപ്രേരണ കൊണ്ടും ഒക്കെ പലരും കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുക്കും. എന്നാൽ അങ്ങനെയല്ല. നാം അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ കർത്താവിൻ്റെ വേലയ്ക്ക് സ്വമേധയാ മനഃപൂർവമായി വില്ലിംഗ് ഹാർട്ടോടുകൂടി കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നാം കൊടുക്കേണ്ടത് ആവശ്യമാണ്. പുറപ്പാട് പുസ്തകം 36 അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തില് ഇങ്ങനെ മനഃപൂർവമായി കൊണ്ടുവന്നത് വേണ്ടുവോളും ഉണ്ടായിരുന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. മോർ ദാൻ ഇനഫ്. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, മനസ്സോടെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്താൽ കർത്താവിൻ്റെ വേലയ്ക്ക് ദൈവത്തിൻ്റെ ഭണ്ഡാരത്തിൽ കുറവ് സംഭവിക്കത്തില്ല. ദൈവത്തിൻ്റെ ഭണ്ഡാരത്തിൽ അധികമായി അത് നിറഞ്ഞു കവിയും. മനസ്സോടെ കർത്താവിന് വേണ്ടി കൊടുക്കുന്നവരെ എല്ലാം ദൈവം അനുഗ്രഹിക്കും. 2 കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായത്തിന്റെ 6 മുതലുള്ള വാക്യങ്ങൾ, എന്നാൽ ലാഭമായി വിതയ്ക്കുന്നവൻ ലാഭമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും എന്ന് ഓർത്തുകൊള്ളുകയും. അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ, സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്. സന്തോഷത്തോട് കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും. സ്തോത്രം. ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും. കർത്താവിന് വേണ്ടി മനസ്സോടെ കൊടുക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെല്ലാം സഹായിക്കട്ടെ. സമാപന കൂടാരത്തിന്റെ പണിക്ക് സ്തോത്രം മനഃപൂർവ്വദാനമായി വില്ലിംഗ് ഹാർട്ടോടുകൂടി കൊടുത്തതുകൊണ്ട് അതിന്റെ പണി ഏറ്റവും അനുഗ്രഹമായി നടന്നു. അതിന് മോർ ദാൻ ഇനഫ്, വേണ്ടുവോളും അധികം സാധനങ്ങൾ ജനം മനസ്സോടെ അവിടെ കൊണ്ടുവന്നു. ദൈവം അവരെ അനുഗ്രഹിച്ചു. ഇനിയും സമാപന കൂടാരത്തിന്റെ മെറ്റീരിയൽസിനെ കുറിച്ചാണ് ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. പുറപ്പാട് പുസ്തകം എക്സോഡസ് ചാപ്റ്റർ 25 വേഴ്സ് 3-7 ആണ് ആ ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. സമാപന കൂടാരത്തിൽ പണിക്ക് വേണ്ടി ഏകദേശം 14 മെറ്റീരിയൽസ് ആണ് പ്രധാനമായും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പുറപ്പാട് പുസ്തകം 25-ന്റെ 3 മുതലുള്ള വാക്യങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവരോട് വാങ്ങുന്ന വഴിപാട് പൊന്ന്, വെള്ളി, താമ്രം, നീലനൂൽ, ധൂമനൂൽ, ചുമപ്പുനൂൽ, പഞ്ഞിനൂൽ, കോലാട്ടിൻ രോമം, ചുമപ്പിച്ച ആട്ടുകൊറ്റൻ തോൽ, തകശുതോൽ, കതിരമരം, വിളക്കിന് എണ്ണ, അഭിഷേക തൈലത്തിന്, പരിമള ധൂപത്തിനും സുഗന്ധവർഗം, ഏഫോദിന്, മാർപ്പതകത്തിന് പതിപ്പാൻ ഗോമേത കല്ലും രത്നങ്ങൾ എന്നിവ തന്നെ. അവരോട് മനഃപൂർവ്വദാനമായി മോശ കൂടാരത്തിന്റെ പണിക്ക് വേണ്ടി, ഈ നിവാസത്തിന്റെ പണിക്ക് വേണ്ടി മനഃപൂർവ്വദാനമായി പൂർണ്ണ ഹൃദയത്തോടെ തന്ന 14 കൂട്ടം മെറ്റീരിയൽസ് ആണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചതായിട്ട് പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിന്റെ 3 മുതൽ 7 വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 7 വിധ ഫർണിച്ചറാണ് ഈ സമാഗമന കൂടാരത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഒന്നാമതായിട്ട് നമുക്ക് കാണാം താമ്രയാഗപീഠം, താമ്രത്തൊട്ടി, കാഴ്ചയപ്പത്തിന്റെ മേശ, ധൂപപീഠം, പെട്ടകം, കുർവാസനം. ഇത്രയും 7 ഫർണിച്ചറാണ് സമാപന കൂടാരത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തുടർന്ന് നമുക്ക് ചിന്തിക്കുന്നത് കൊണ്ട് ആ ഭാഗം അവിടെ അവസാനിപ്പിക്കുകയാണ്. മൂന്നാമതായി ഇന്ന് രാവിലെ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട വിഷയം സമാഗമന കൂടാരത്തിന്റെ വേലക്കാരും ജോലികളും സമാപന കൂടാരത്തിന്റെ പണിക്കാരിൽ പ്രധാനികളും എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്
ഇന്ന് രാവിലെ സമയം വീണ്ടും ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. പുറപ്പാട് പുസ്തകം 31-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തില് നോക്കൂ, 38-ാം അധ്യായത്തിന്റെ 22, 23 വാക്യങ്ങളും 35-ന്റെ 33, 34 വാക്യങ്ങളിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ബെസേൽ യഹൂദ ഗോത്രത്തിൽ ഹൂരിന്റെ മകനെ ദൈവം ഇതിന്റെ പണിയാരനായിട്ട് ദൈവം തെരഞ്ഞെടുത്തു. നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പുറപ്പാട് പുസ്തകം 31-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ, ഇതാ ഞാൻ യഹൂദ ഗോത്രത്തിലെ ഹൂരിന്റെ മകനായ ഊരിയുടെ മകൻ ബസേലിനെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. അവൻ കൗശലപ്പണികളെ സംബന്ധിച്ച് ചെയ്യുവാൻ പൊന്ന്, വെള്ളി, താമ്രം എന്നതുകൊണ്ട് പണി ചെയ്യുവാനും, രക്തം വെട്ടിപ്പതിപ്പാനും, മരത്തിൽ കുത്തുപണി ചെയ്യുവാനും, സകലവിധമായ പണി തരം ഉണ്ടാക്കുവാനും ഞാൻ അവന് ദിവ്യാത്മാവിൽ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യം കൊണ്ടും നിറച്ചിരിക്കുന്നു. അപ്പൊ തന്നെ 6-ാമത്തെ വാക്യം, ഞാൻ ദാൻ ഗോത്രത്തിൽ അഹിസമാക്കിന്റെ മകനായ ഒഹേലിനെ ഈ വേലയ്ക്ക് വേണ്ടി, ഇതിന്റെ പണിക്ക് വേണ്ടി ദൈവം തെരഞ്ഞെടുത്തായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവമക്കളെ സ്തോത്രം. ഈ രണ്ട് പ്രിയപ്പെട്ട ഒഹോലിയാബ്, ഹൂര്, ഈ രണ്ടു പേരെ ദൈവം തന്റെ പണിക്ക് സകല ജ്ഞാനത്തോടും കൂടി തെരഞ്ഞെടുത്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ ഈ ഹൂരിനെ കുറിച്ച് കാണുവാനായിട്ട് സാധിക്കും. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ ഈ ഹൂരിനെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അമാലേക്കരുമായിട്ടുള്ള യുദ്ധം താഴ്വരയിൽ അതിശക്തമായി നടക്കുമ്പോൾ, യുദ്ധസമയത്ത് കുന്നിന് മുകളിൽ കയറി മോശ കൈയുയർത്തി നിൽക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും. അങ്ങനെ കൈ ഉയർത്തി നിൽക്കുന്നതായ മോശയുടെ കൈക്ക് ഭാരം ഉണ്ടായിട്ട് ആ കൈ താഴാതിരിപ്പാൻ, അത് താങ്ങി നിർത്തുവാൻ അഹരോനും ഹൂരും രണ്ട് സൈഡിൽ നിന്ന് ഈ കയ്യെ താങ്ങി കൊടുത്തു. നോക്കണമേ, താഴ്വരയിൽ അതിഭയങ്കരമായ യുദ്ധം നടക്കിയ യോശുവയുടെ നേതൃത്വത്തിൽ യോശുവയുടെ കയ്യിലിരിക്കുന്ന മിന്നുന്ന വാളും, ജനത്തിന്റെ കയ്യിലിരിക്കുന്ന, യോർദാക്കളുടെ കയ്യിലിരിക്കുന്ന കുന്തങ്ങളും ഇതൊന്നുമല്ല ഹല്ലേലൂയ അമാലേക്കരുമായുള്ള യുദ്ധത്തിൽ ജയം നടന്നത്. കുന്നിന് മുകളിൽ ഉയർത്തപ്പെട്ട കരം, ആ കരം താഴാതെ അതിനെ താങ്ങുവാൻ അന്ന് ദൈവം ഉപയോഗിച്ച ഒരു വ്യക്തിയാണ് ഹൂര്. സ്തോത്രം. ദൈവം ആ ഹൂരിനെയാണ് ആലയത്തിന്റെ പണിക്കായി തെരഞ്ഞെടുത്തത്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സ്തോത്രം, ഒരു മടിയും ഒരു നാണക്കേടും കൂടാതെ മോശയുടെ കൈ താങ്ങുവാൻ നീ അന്ന് നിന്നത് കൊണ്ടാണ് സ്തോത്രം ശത്രുവിന്റെ മുമ്പിൽ പതറാതെ തോൽക്കാതെ ജയമെടുത്തത്. സ്തോത്രം. മിന്നുന്ന വാളോ യുദ്ധ ഉപകരണങ്ങളോ അന്നത്തെ ഭടന്മാരുമല്ല, ഉയർത്തപ്പെട്ട സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ട കരം കുന്നിന് മുകളിൽ ഉണ്ടായിരുന്നു. ആ കരം താഴാതെ താങ്ങി നിർത്തിയ ഹൂരും അഹരോനും ദൈവം ആ ഹൂരിനെയാണ് തന്റെ വേലയ്ക്കായി തെരഞ്ഞെടുത്തത്, പണിക്കായി. സ്തോത്രം. ജോസഫിന്റെ ചരിത്രത്തിൽ ഈ ഹൂര് മിരിയാമിന്റെ ഭർത്താവെന്ന് ചരിത്രം പറയുന്നുണ്ട്. സ്തോത്രം. സ്തോത്രം. ഓഹ്ലിയാബിനെ സംബന്ധിച്ച് കാണുന്നത് ദാൻ ഗോത്രത്തിൽ, ദാൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ന്യായവിധി എന്നാണ്. പുറപ്പാട് പുസ്തകം 31-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ യഹൂദ ഗോത്രം ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഗോത്രമായിരുന്നു. നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിൽ 10-ാമത്തെ വാക്യത്തിൽ അവിടെ യഹൂദ ഗോത്രത്തെ കുറിച്ച് ഒരു വാഗ്ദത്തം പറയുന്നുണ്ട്. 49-ാം അധ്യായത്തിന്റെ ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം, അവകാശമുള്ളവൻ വരുവോളും ചെങ്കോൽ യഹൂദയിൽ നിന്നും
രാജനെന്ന് അവന്റെ കാലുകൾ ഇടയിൽ നിന്നും നീങ്ങിപ്പോകുകയില്ല. സ്തോത്രം. ഇത് യഹൂദ ഗോത്രത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പ്രവചനമാണ്. യഹൂദ ഒരു ബാലസിംഹം. ദൈവമക്കളെ, സ്തോത്രം, പ്രധാന ഗോത്രമായ യഹൂദ ഗോത്രത്തിൽ നിന്നും നോക്കണമേ, താമ ഗോത്രമായ ദാൻ ഗോത്രത്തിൽ നിന്നും കർത്താവ് തൻ്റെ പണിക്ക് വേണ്ടി, സ്തോത്രം, തൻ്റെ വേലക്കാരെ തെരഞ്ഞെടുത്തു. പ്രധാന ഗോത്രങ്ങളിലെ ഒരാളെയും താഴെക്കിടയിലുള്ള ഗോത്രത്തിൽ നിന്ന് മറ്റൊരാളെയും ദൈവം തൻ്റെ പണിക്ക് വേണ്ടി തെരഞ്ഞെടുത്തു. ദൈവമക്കളെ, സ്തോത്രം, ദൈവമാണ് തൻ്റെ പണിക്ക് യോഗ്യരായവരെ തെരഞ്ഞെടുക്കുന്നത്. വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തെന്ന, സ്തോത്രം, ദൈവമാണ് നമ്മെ കർത്താവിന്റെ വേലയ്ക്കായി തെരഞ്ഞെടുത്തത്. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം നമുക്കൊന്നെടുക്കാം. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിലെ 18-ാം വാക്യത്തിൽ നിന്റെ ദാസന്മാരായ പ്രവാചകന്മാരും വിശുദ്ധന്മാർക്ക് ചെറിയവരും വലിയവരുമായി നിന്റെ ഭക്തന്മാർക്ക് പ്രതിഫലം കൊടുപ്പാൻ. നോക്കണമേ, സ്തോത്രം, താഴെക്കടയിലെ ദാൻ ഗോത്രത്തിൽ നിന്നും പ്രധാന ഗോത്രത്തിൽ നിന്നും നോക്കണമേ, കർത്താവിന്റെ വേലയ്ക്ക് ചെറിയവരെയും വലിയവരെയും കർത്താവ് തന്റെ വേലയ്ക്കായി തെരഞ്ഞെടുക്കും. നമ്മെ തെരഞ്ഞെടുത്തത്, സ്തോത്രം, മനുഷ്യരാരുമല്ല. കർത്താവ് തന്റെ വേലയ്ക്കായി തെരഞ്ഞെടുത്തത്, അപ്പോയിന്റ് ചെയ്തത് ഒരു ഹെഡ്ക്വാർട്ടറുമല്ല, ഒരു കമ്മിറ്റിയുമല്ല. സ്തോത്രം, കർത്താവ് തന്റെ വേലയ്ക്ക്, സ്തോത്രം, ദൈവമാണ് തന്റെ ശുശ്രൂഷകന്മാരെ തെരഞ്ഞെടുത്തത്. അപ്പോസ്തലൻ എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടക്കാരന്മാരായും നിയമിച്ചിരിക്കുന്നു നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പം ദൈവത്തിന്റെ പണിക്ക് ദൈവം ചെറിയവരെയും വലിയവരെയും തൻ്റെ വേലയ്ക്കായി തിരഞ്ഞെടുക്കും. പണ്ഡിതനായ പൗലോസ് എന്തു വലിയ ഫിലോസഫറായിരുന്നു, എന്തു വലിയ തത്വജ്ഞാനിയായിരുന്നു, ഉന്നത വിദ്യാഭ്യാസമുള്ളവനായിരുന്നു. എന്നാൽ പത്രോസിനെ നോക്കണമേ, പത്രോസിന് അധികം വിദ്യാഭ്യാസമില്ല. ഗലീലാക്കടലിൽ മീൻ പിടിച്ച് നടന്ന ഈ എക്സ്പീരിയൻസ് അല്ലാതെ പത്രോസിന്റെ ജീവിതത്തിലില്ല. നോക്കണമേ, താഴെക്കടയിൽ അധികം വിദ്യാഭ്യാസമില്ലാത്ത, സ്തോത്രം, പത്രോസിനെ തന്റെ വേലയ്ക്ക് തിരഞ്ഞെടുത്തു. അപ്പോൾ തന്നെ, സ്തോത്രം, പണ്ഡിതനായ തത്വജ്ഞാനിയായ അറിവുള്ളവനായ, സ്തോത്രം, ഹല്ലേലൂയ, പൗലോസിനെയും തന്റെ വേലയ്ക്കായി ദൈവം തിരഞ്ഞെടുത്തു. സ്തോത്രം, ഹല്ലേലൂയ. ദൈവമക്കളെ, കർത്താവിന് ശ്രേഷ്ഠന്മാരെയും വിദ്യാസമ്പന്നരെയും സയന്റിസ്റ്റിനെയും ഡോക്ടേഴ്സിനെയും ഉന്നതന്മാരായ എഞ്ചിനീയേഴ്സിനെയും ഒക്കെ, പ്രൊഫഷണൽസിനെയും ഒക്കെ കർത്താവ് തന്റെ വേലയ്ക്ക് ആവശ്യമാണ്. അപ്പോൾ തന്നെ ഒരു വിദ്യാഭ്യാസമില്ലാത്ത, ഹല്ലേലൂയ, ഒരു വ്യക്തിയും ദൈവം ഉപേക്ഷിക്കത്തില്ല. അവനെ തന്റെ വേലയ്ക്ക് ദൈവം തെരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത് കർത്താവ് തന്റെ പണിക്ക് ദൈവം അവരെ ശക്തമായി ഉപയോഗിക്കും. അടുത്ത വിഷയം നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് പണിക്കാരുടെ, നമ്മളിപ്പോൾ ചിന്തിച്ച വിഷയം സമാപന കൂടാരത്തിന് പണിക്ക് വേണ്ടി തെരഞ്ഞെടുത്ത രണ്ട് വ്യക്തിയെ കുറിച്ചാണ്. സ്തോത്രം. ഇവരെ ആര് തെരഞ്ഞെടുത്തു? ദൈവമാണ് തെരഞ്ഞെടുത്തത്. സ്തോത്രം. സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച ദൈവത്തിന്റെ പൈതലെ, വിവിധമാകുന്ന നിന്ദകളും പ്രതികൂലങ്ങളും വിവിധമായ ചോദ്യങ്ങളും നിന്റെ നേരെ കടന്നു വരുമ്പോൾ, സ്തോത്രം, ഓർക്കണമേ, നിന്നെ വേലയ്ക്ക് തെരഞ്ഞെടുത്തത്, സ്തോത്രം, ഒരു സംഘടനയല്ല, ഒരു വ്യക്തിയല്ല, ഒരു കുടുംബമല്ല,
മറ്റാരുമല്ല, കർത്താവ് നിന്നെ വേലയ്ക്ക് തെരഞ്ഞെടുത്തതാ. വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ച് സുവിശേഷ വേല ചെയ്യുന്ന സ്തോത്രം സഹോദര, വിവിധ പ്രതികൂലത്തിൽ കടന്നുപോയി ഭാരപ്പെടുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് ഈ രാവിലെ സമയം നിന്നോട് സംസാരിക്കുക. പ്രൈസറോ സ്തോത്രം, നിന്നെ തെരഞ്ഞെടുത്തത് കർത്താവാന്ന് ഈ രാവിലെ സമയം പിന്നെയും ഉറച്ച ശക്തിയോടെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നിൽപ്പാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പണിക്കാരുടെ യോഗ്യതകളെ കുറിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പുറപ്പാട് പുസ്തകം 31 അധ്യായത്തിന്റെ 5 മുതലുള്ള വാക്കുകളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പുറപ്പാട് പുസ്തകം 31 അധ്യായത്തിന്റെ 5 മുതലുള്ള ഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് ദിവ്യാത്മാവിൽ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർത്ഥ്യം കൊണ്ട് അവരെ നിറച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കൂടാരത്തിന്റെ പണിക്കാരായ ബെസലേൽ, ഒഹോലിയാവ് അവരുടെ പണിയുവാൻ ദൈവാത്മാവിൽ ജ്ഞാനവും ബുദ്ധിയും സാമർത്ഥ്യവും കൊണ്ട് ദൈവം അവരെ നിറച്ചിരിക്കുന്നതായിട്ട് തിരുവചനത്തിൽ നിന്ന് കാണുവാനായിട്ട് സാധിക്കും. ദൈവമക്കളെ, എന്തെല്ലാം ഉന്നതമായ ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞാലും ദിവ്യാത്മാവിൽ ലഭിക്കുന്ന ജ്ഞാനവും ജ്ഞാനത്തിന്റെ നിറവും സ്തോത്രം ആ കൃപയും പ്രൈസ് ദി ലോർഡ് ഉണ്ടെങ്കിൽ സകല ഏത് മണ്ഡലത്തിലും ഒരു സുവിശേഷ വേലക്കാരന് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് കർത്താവിന്റെ വേല ശക്തമായി ചെയ്യുവാൻ സാധിക്കും. പുതുനിയമ സഭയുടെ സാക്ഷാൽ പണികാരൻ സ്തോത്രം പരിശുദ്ധാത്മാവ. എഫെസ്യ ലേഖനം 2 അധ്യായത്തിന്റെ 22 വാക്യം നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സമാധാന കൂടാരത്തിന്റെ പണിക്ക് ജ്ഞാനവും ബുദ്ധിയും സാമർത്ഥ്യവും കൊടുത്തത് പരിശുദ്ധാത്മാവ. സ്തോത്രം. സെരുബ്ബാബേല് ആലയം പണിയപ്പോൾ പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ പണിക്ക് സെരുബ്ബാബേൽ വന്നപ്പോൾ സൈന്യത്താലല്ല, ശക്തിയാലല്ല, എന്റെ ആത്മാവിനാലത്രേ. ഇന്ന് സ്തോത്രം പല പെന്തക്കോസ്ത് സഭകളും സമുദായ സഭകൾ പോലെ അവരുടെ ആരാധന അന്തരീക്ഷങ്ങളും അവരുടെ അഡ്മിനിസ്ട്രേഷനും മാറിയതിന്റെ കാരണം പരിശുദ്ധാത്മാവ് സഭയെ നിയന്ത്രിക്കുവാൻ, ശുശ്രൂഷയെ നിയന്ത്രിക്കുവാൻ, പരിശുദ്ധാത്മാവ് ടേക്ക് ഓവർ ചെയ്യുവാൻ ഇന്ന് വിട്ടുകൊടുക്കുന്നില്ല. ബുദ്ധിയുടെ പ്രമാണം കൊണ്ടും സ്തോത്രം സഭകളെ ഭരിക്കുവാൻ ശക്തന്മാരും കായിക ബലമുള്ളവരും കുടുംബബലമുള്ളവരും പണമുള്ളവരും പിടിപ്പുള്ളവരും കഴിവുള്ളവരും വന്ന് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുവാൻ ഇന്ന് അവസരം കൊടുക്കാത്തത് കൊണ്ട് സ്തോത്രം ഇന്ന് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ദൈവസഭയിൽ നിന്ന് മാറിപ്പോയിരിക്കുക. സ്തോത്രം. സൈന്യത്താലല്ല, ശക്തിയാലല്ല, എന്റെ ആത്മാവിനാലത്രേ. പ്രതികൂലങ്ങളെ അതിജീവിക്കുവാൻ സ്തോത്രം കോടതി കയറുകയല്ല. സ്തോത്രം. ജനമാത്മാവിൽ ആരാധിക്കട്ടെ. സ്തോത്രം. ജനം വചനത്തിലേക്ക് മടങ്ങി വരട്ടെ. ആത്മീയ ആരാധന സഭകൾ ഉയരട്ടെ. സ്തോത്രം. ജനം വിടുതൽ ദിവസങ്ങൾ അനുഭവിക്കുന്ന കാണുവാനായിട്ട് സാധിക്കും. അപ്പോസ്തല പ്രവൃത്തി 2 അധ്യായം മുതൽ തുടർമാനമായ അധ്യായങ്ങളൊക്കെ നമുക്ക് പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിറവ് അവിടെ എല്ലാം കാണുവാനായിട്ട് സാധിക്കും. 1-ാം നൂറ്റാണ്ടിലെ സഭകളിൽ പരിശുദ്ധാത്മാവിന്റെ നിറവ് ഇവിടെല്ലാം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 17 മുതൽ 19 വരെയുള്ള വാക്കിൽ ദൈവസഭയുടെ എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ ദൈവസഭയുടെ പണിക്കാർ ജ്ഞാനിയായിരിക്കണം. സ്തോത്രം. ദൈവസഭയുടെ പണിക്കാർ ജ്ഞാനിയായിരിക്കണം. പ്രൈസ്. ഈ ജ്ഞാനമെന്നുള്ളത് ഒരു കൃപാപരമാണ്. 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിലും യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിലും 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ 3 മുതൽ 7 വരെ വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സ്തോത്രം. കൊലോസ്യ ലേഖനത്തിൽ വാക്യമുണ്ട്. സ്തോത്രം. നിങ്ങൾ ബുദ്ധിയില്ലാത്ത കോവർ കരുതിയ പോകലെ ആകരുതേ. സ്തോത്രം. ദൈവമക്കളെ, കർത്താവിന്റെ വേലക്കാരൻ ജ്ഞാനമുള്ളവനായിരിക്കണം, പരിജ്ഞാനമുള്ളവരായിരിക്കണം, മാതൃകയുള്ളവനായിരിക്കണം. സ്തോത്രം. അവനായിരിക്കുന്ന മണ്ഡലങ്ങളിൽ, അവൻ ജീവിക്കുന്ന പട്ടണത്തിൽ, അവൻ ജീവിക്കുന്ന ഗ്രാമങ്ങളിൽ സ്തോത്രം
ഹല്ലേലൂയ. അവന്റെ ഭവനത്തിലും കർത്താവിന്റെ വേലക്കാരൻ, സ്തോത്രം, ഒരു കോവർ കഴുതയെ പോലെ, ഹല്ലേലൂയ, നീ മുന്നോട്ട് പോകുവാനല്ല. കർത്താവിന്റെ വേലക്കാരനെ വീക്ഷിക്കുന്ന നിന്റെ നടപ്പ്, നിന്റെ വസ്ത്രധാരണം, നിന്റെ ജീവിതം, നിന്റെ സംസാരം, നിന്റെ ഓരോ ഇടപാടുകൾ, ഹല്ലേലൂയ, ലോകം വീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ നീ അവരുടെ മധ്യേ കോവർ കഴുതയെ പോലെയാകരുത്. സ്തോത്രം. ഈ ശില്പത്തിന്റെ, ഈ സമാപന കൂടാരത്തിന്റെ പ്രധാന പണിക്കാർ രണ്ടുപേരാണ്. നമുക്കാണല്ലോ, ഒന്ന്, സ്തോത്രം, ഹല്ലേലൂയ, ഈ രണ്ട് ദൈവദാസന്മാരെ ദൈവം തന്റെ ഹൂരിനെയും ഒഹോലിയാബിനെയും ദൈവം തന്റെ പണിക്കായി തെരഞ്ഞെടുത്തു. സ്തോത്രം. സഭാപ്രസംഗിന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ ഒരുവനേക്കാൾ ഇരുവൻ നല്ലത്, സ്തോത്രം, എന്ന് കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ യോഹന്നാന്റെ ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. യേശു തന്റെ പരസ്യ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്തപ്പോൾ അനന്തരം കർത്താവ് വേറെ 70 പേരെ നിയമിച്ചു. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. അവർ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തിലേക്കും അവരെ തനിക്ക് മുമ്പായി ഈരണ്ടായി അയച്ചു. നോക്കണമേ, സമാപന കൂടാരത്തിന്റെ പണിക്ക് ദൈവം പ്രധാനമായി തെരഞ്ഞെടുത്ത രണ്ടുപേരെയാണ്. സ്തോത്രം. സഭാപ്രസംഗിൽ നമ്മൾ കാണുന്നു ഒരുവനേക്കാൾ ഇരുവൻ നല്ലത്. സ്തോത്രം. ഇവിടെ ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു 70 പേരെ തെരഞ്ഞെടുത്ത് 35 ഗ്രൂപ്പുകളാക്കി 35 ഗ്രാമങ്ങളിലേക്ക് അയച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദൈവമക്കളെ, സ്തോത്രം, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ദൈവം പ്രധാനമായി തെരഞ്ഞെടുത്ത് രണ്ടുപേരെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ദൈവം പറഞ്ഞു വിട്ടപ്പോൾ രണ്ടുപേരെ, സ്തോത്രം, ഹല്ലേലൂയ, ഒരുവനേക്കാൾ ഇരുവനല്ലോ. സ്തോത്രം. രണ്ടുപേരുടെ കൂടെ, സ്തോത്രം, മൂന്നാമനായ കർത്താവും കൂടെ ചേർന്ന് മുപ്പരിച്ചൊരു പാലത്ത് മറ്റുപോകുകയില്ല. ഒരു മനസ്സോടെ ഐക്യതയോടെ കർത്താവിന് വേണ്ടി നിന്നാൽ കർത്താവിന്റെ വേല ശക്തമായി പോകും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പിശാചിന്റെ പദ്ധതി ഈ രണ്ടുപേരെ ഒരു മനസ്സുള്ളവരായി, ഒരു അഭിപ്രായമുള്ളവരായി കൊണ്ടുപോകാതെ ഇവരെ രണ്ടിനെയും രണ്ട് മണ്ഡലത്തിലാക്കാവുന്നതാണ്. ഇന്ന് ആത്മീയഗോളത്തിലെ ഏറ്റവും ദൈവസഭയുടെ പണിക്കും ദൈവനാമ മഹത്വത്തിന് യോഗ്യമല്ലാതെ പിശാച് ദൈവസഭകളെ മുഴുവൻ തകർത്ത് ഹല്ലേലൂയ ജയമെടുത്തതിന്റെ കാരണം ഐക്യതയില്ലായ്മയാണ്. രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരുമിച്ച് ഐക്യതയോടെ, സ്തോത്രം, രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരുമിച്ചിട്ടല്ലാതെ എങ്ങനെ മുന്നോട്ട് പോകും? സ്തോത്രം. ഒരുമനയോട് മുന്നോട്ട് പോകുവാൻ പിശാച് സമ്മതിക്കത്തില്ല. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവസഭയുടെ പണിക്കും ദൈവനാമ മഹത്വത്തിനും ദൈവസഭയുടെ പണി ശക്തിയോടെ പോകണമോ, ഐക്യതയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. സ്തോത്രം. അടുത്ത വിഷയത്തേക്ക് നമുക്ക് തരാം. ഈ യേശുവിന്റെ ശിഷ്യന്മാരെ പറ്റി പറയുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തില് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിനകത്ത് സന്തോഷിപ്പീൻ. ദൈവമക്കളെ, ഈ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ദൈവം തെരഞ്ഞെടുത്ത ഈ ശിഷ്യന്മാരുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടവരാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അന്നേരം പുതിയ നിയമ സഭയുടെ വേലയ്ക്ക് വേണ്ടി തെരഞ്ഞെടുക്കുക, ഈ സമാപന കൂടാരത്തിന്റെ പണിക്ക് വേണ്ടി ദൈവം ഇവർക്ക് ജ്ഞാനം കൊടുത്തു, ബുദ്ധി കൊടുത്തു. അപ്പോൾ തന്നെ ഇവരുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടവരാണ്. സ്തോത്രം. ദൈവം അങ്ങനെയുള്ളവരെയാണ് കർത്താവ് തന്റെ വേലയ്ക്കായി ശക്തമായി ഉപയോഗിക്കുന്നത്. അടുത്ത വിഷയം, സമാപന കൂടാരം പുതുനിയമ സഭാസത്യങ്ങൾക്ക് നിഴലെന്നുള്ള വിഷയമാണ് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. സമാപന കൂടാരം പുതുനിയമ സത്യങ്ങൾക്ക് നിഴൽ. ഒന്ന്, സമാഗമന കൂടാരം കർത്താവായ യേശു ക്രിസ്തുവിന് സാദൃശ്യം.
ആ വിഷയമാണ് നമ്മൾ ഇനി തുടർമാനമായി ചിന്തിക്കാൻ പോകുന്നത്. ഇസ്രായേലിന്റെ മധ്യത്തിൽ യഹോവയുടെ വസതിയാകുന്ന കൂടാരം ഇരുന്നത് പോലെ തന്നെ ദൈവം ക്രിസ്തുവിൽ ഇരുന്ന് ലോകത്തെ തന്നോട് നിരപ്പിച്ചു പോന്നു. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, വചനം ജഡമായി തീർന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മളുടെ ഇടയിൽ പാർത്തു. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ 5-ാമത്തെ വാക്യം, യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം കൂടെ നമുക്ക് ചേർന്ന് വായിക്കാം. അവൻ ലോകത്തിലിരിക്കുമ്പോൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നുവെന്ന് ഉത്തരം പറഞ്ഞു. ഈ 2 വാക്യങ്ങൾ ദൈവമക്കളെ, അഖിലാണ്ടത്തിന്റെ സൃഷ്ടിതാവും ദൈവമായവൻ മനുഷ്യ ജഡമെടുത്തു ഭൂമിയിൽ അവതരിച്ചെന്നുള്ളതാണ് ലോകം കണ്ടതിൽ ഏറ്റവും വലിയ അത്ഭുതം. വചനമായവൻ ജഡമെടുത്ത് കൃപയും സത്യവും നിറഞ്ഞവനായി മനുഷ്യരുടെ ഇടയിൽ പാർത്തു. ക്രിസ്തുവാരെ വചനം ജഡമായവൻ. സ്തോത്രം. ജഡമായി. സ്തോത്രം. ഭൂമിയിൽ ജനിച്ച് കൃപയും സത്യവും നിറഞ്ഞവനായി പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായി മനുഷ്യന്റെ ഇടയിൽ പാർത്തു. അവൻ സകലത്തിനു മുമ്പേ ഉള്ളൊരു വ്യക്തിയാണ്. എന്നാൽ മനുഷ്യവർഗത്തോട് അനുരൂപപ്പെടേണ്ടതിനെ മനുഷ്യനായി അവതരിക്കേണ്ടത് ആവശ്യമായിരുന്നു. നിത്യനായ ദൈവം തൻ്റെ ദൈവത്വത്തോടു കൂടി മനുഷ്യത്വം സ്വീകരിക്കുന്നതാണ് മനുഷ്യജഡം എടുത്തതിൻ്റെ സാരം. കന്യകാ ജനനം, ദ മിറക്കിൾസ് കൺസെപ്ഷൻ ഇൻ എ വെർജിൻ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ജനനത്തെ, ദ സൂപ്പർ നാച്ചുറൽ ബർത്ത് വെളിപ്പെടുത്തുന്ന വസ്തുതയാണ്. യോഹന്നാന്റെ സുവിശേഷം 1:14 നമ്മൾ ഇപ്പോൾ വായിച്ചല്ലോ. സ്തോത്രം. ആ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിൽ, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവനാദി ദൈവത്തോടു കൂടെയായിരുന്നു, സകലതും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനോട് കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ ഇടയിൽ വെളിച്ചമായിരുന്നു. സ്തോത്രം. സ്തോത്രം. വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ദൈവമക്കളെ, ലോകം കണ്ടതിലേറ്റവും ഈ ലോകോസ്, ഹല്ലേലൂയ, നിത്യതയിൽ തന്നെ ദൈവത്തോട് സമത്വമുള്ളവനും ദൈവമായവൻ, സ്തോത്രം, വചനമാകുന്ന ജഡമെടുത്ത് മനുഷ്യജനമെടുക്കുമ്പോൾ ദൈവത്വം ഉപേക്ഷിച്ചിരുന്നില്ല. ക്രിസ്തു സമ്പൂർണ്ണ ദൈവവും സമ്പൂർണ്ണ മനുഷ്യനുമാണ്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 6 മുതലുള്ള 7 വാക്യങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. ഭാഗമെടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുവാനായിട്ട് ഇപ്പോൾ സമയമില്ല. അപരിമേയനായ ദൈവം പരിമിതി ഉള്ളവരായ മനുഷ്യരുടെ ഇടയിൽ വന്ന് പാർത്ത് എന്നുള്ളത് മനുഷ്യ ബുദ്ധി കൊണ്ട് എത്തിപ്പിടിക്കാൻ കഴിയുന്നതിലപ്പുറം മറ്റൊന്നിലും തെറ്റിക്കൂടാത്തതും മാറ്റമില്ലാത്തതായൊരു സത്യമാണ്. സ്തോത്രം.
അപരിമേനായ ദൈവം പരിമിതിയുള്ളവരായ മനുഷ്യരുടെ വന്ന് പാർത്ത് എന്നുള്ളത് മനുഷ്യബുദ്ധി കൊണ്ട് എത്തിപ്പിടിക്കുവാൻ കഴിയുന്നതിലപ്പുറമാണെങ്കിലും അത് തെറ്റിക്കൂടാത്തതും മാറ്റമില്ലാത്തതുമായൊരു സത്യമാണ്. അനേക വേദഭാഗങ്ങൾ അതിനെക്കുറിച്ച് എടുത്തു പറയുവാനുണ്ട്. അതെല്ലാം എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമാപന കൂടാരം എന്നുള്ള വിഷയം എനിക്ക് അതിൽ പ്രവേശിക്കുവാൻ വളരെ ടൈം എടുക്കും. അതുകൊണ്ട് ആ ഭാഗങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തില്ല. നിങ്ങൾക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും തിരുവചനത്തിൻ്റെ ആധികാരികമായ ഭാഗങ്ങളെക്കുറിച്ച് നല്ല അറിവുള്ള ദൈവമക്കളായതുകൊണ്ട് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒന്ന്, കർത്താവായ യേശു ക്രിസ്തുവിനോട് സാദൃശ്യമാണ് സമാപന കൂടാരം. സ്തോത്രം. സമാപന കൂടാരം ഇസ്രായേലിന്റെ നടുവിൽ മധ്യേ വസിക്കുന്നത് പോലെ ആ കൂടാരത്തിന്റെ കൃപാസനത്തിൽ ഇറങ്ങി വന്ന് ആ തേജസ് വെളിപ്പെടുന്നത് പോലെ സ്വർഗം വിട്ട് ദൈവത്തോട് സമത്വമായവൻ, സ്തോത്രം, അഖിലാണ്ടത്തിന്റെ സൃഷ്ടിതായ കർത്താവ് ദൈവത്തോടുള്ള സകല ഇക്വാലിറ്റിയും മഹത്വവും മഹിമയും ഉള്ളതെല്ലാം പിടിച്ചിട്ട് വചനം ജഡമായി കന്യകയുടെ വയറ്റിൽ ഹല്ലേലൂയ ഒരു മിറക്കിൾ കൺസെപ്ഷൻ നടന്ന് ഈ ഭൂമിയിൽ പൂജാതനായ ക്രിസ്തു കൃപയും സത്യവും നിറഞ്ഞവനായി പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായി അവൻ നമ്മുടെ മധ്യേ ആണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. രണ്ടാമതായി ചിന്തിക്കാനുള്ള വിഷയം സമാപന കൂടാരം സഭയ്ക്ക് സാദൃശ്യം. ദൈവം വസിക്കുന്നത് സഭയാം ആലയത്തിലാണ്. സഭ എന്ന് പറഞ്ഞാൽ നമ്മൾ പലരും ചിന്തിച്ചിരിക്കുന്നത് 4 വലിയ ബുദ്ധിയും കുരിശും ത്രോണോസും ഇങ്ങനെയൊക്കെയുള്ള വിഷയം. അതല്ല. സ്തോത്രം. സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാണ്. സ്തോത്രം. മഹത്വത്തിന്റെ പ്രത്യാശയ ക്രിസ്തു. 1 കൊലോസ്യർ 1:27. സ്തോത്രം. അവൻ നമ്മളുടെ ഹൃദയത്തിൽ വസിക്കുന്നു. കൈപ്പണിയാകുന്ന യാതൊരു ക്ഷേത്രങ്ങളിലോ ആലയങ്ങളിലോ ക്രിസ്തു വസിക്കുന്നില്ല. നമുക്കറിയാവല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. തിരുവചനം പഠിക്കുമ്പോൾ പല ഭാഗങ്ങളിലും അപ്പോസ്തലപ്രവൃത്തി 7:47, 4:8, 11 വാക്യങ്ങളൊക്കെ നമുക്ക് നോക്കുമ്പോൾ, 1 രാജാക്കന്മാരുടെ പുസ്തകം 8:27 ഭാഗങ്ങളിൽ ദൈവം ഈ കൈപ്പണിയാകുന്ന ആലയങ്ങളിലൊന്നും വസിക്കുന്നില്ല. ഇതെല്ലാം ദൈവത്തിന്റെ കൈപ്പണിയാണ്. എന്നാൽ ദൈവം വസിക്കുവാൻ ആഗ്രഹിക്കുന്നത് വീണ്ടെടുക്കപ്പെട്ട, തന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവ പൈതലിന്റെ ഹൃദയത്താണ് ദൈവം വസിക്കുവാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അപ്പോൾ ഓർക്കണമേ, സ്തോത്രം, പുതിയ നിയമസഭയുടെ മൂലക്കല്ല് ക്രിസ്തുവാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ക്രിസ്തുവാകുന്ന മൂലക്കല്ല് വീണ്ടെടുക്കപ്പെട്ട ദൈവ മക്കളെ വെച്ചുകൊണ്ട് സഭ ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുക. അപ്പോൾ സമാപന കൂടാരം ദൈവസഭയ്ക്ക് സാദൃശ്യം വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ ഉള്ളിലാണ്. സ്തോത്രം. ക്രിസ്തു വസിക്കുന്നത്. സമാപന കൂടാരം ഇസ്രായേലിന്റെ നടുക്ക് വസിച്ച് അവിടെ ദൈവമിറങ്ങി വസിച്ച് ദൈവ തേജസ് അനുഭവിക്കുന്നത് പോലെ ദൈവമക്കളെ വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതലിന്റെ ഹൃദയത്ത്, സ്തോത്രം, ദൈവം ഇറങ്ങി വസിക്കും. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞാൻ ഈ ക്ലാസ് ഇവിടെ സമയം പോയത് കൊണ്ട് നിർത്തുകയാണ്. തുടർമാനമായി നമുക്ക് സമാപന കൂടാരത്തെ പറ്റിയുള്ള വിഷയങ്ങൾ ചിന്തിക്കുവാൻ അടുത്ത ദിവസം ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് രാവിലെ സമയവും തിരുവചനം ഒരുമിച്ച് ധ്യാനിക്കുവാൻ ഞങ്ങളെ കൂട്ടിവരുത്തിയതിനായി സ്തോത്രം. ഞങ്ങളുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. അങ്ങയുടെ ശബ്ദം ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ മധ്യേ വന്നതിനായി സ്തോത്രം. അങ്ങ് സ്വർഗം വിട്ട് ഈ ഭൂമിയിൽ മനുഷ്യജടമെടുത്ത കൃപയും സത്യവും നിറഞ്ഞവരായി ഞങ്ങളുടെ ഇടയിൽ പാർത്തല്ലോ. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ
വീണ്ടെടുക്കപ്പെട്ട ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങളുടെ ഉള്ളിൽ അങ്ങ് വസിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവെ, ശരീരം ഒരു വിശുദ്ധ മന്ദിരമാകിയാൽ ആ വിശുദ്ധ മന്ദിരത്തെ വിശുദ്ധിയോടെ സൂക്ഷിച്ചു ഓരോ ദിവസവും ജീപ്പാളക്കുറവ് ഞങ്ങൾക്ക് തരണം. രാവിലെ സമയം തിരുവചനം ഒരുമിച്ച് ധ്യാനിപ്പാൻ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ തന്നെയുള്ള നാമത്തിൽ അപേക്ഷിക്കുന്ന കേൾക്കുമാറാകണമേ. ആമേൻ.